ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ ചടങ്ങുകളുടെ ഇപ്പോഴത്തെ പുരോഗതി എങ്ങനെയാണ്? കർദിനാൾമാർ ഓരോരുത്തരായിട്ട് മുന്നോട്ട് കടന്നു വന്ന് മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. മാർപ്പാപ്പ അവർക്ക് ബെരേറ്റ എന്നറിയപ്പെടുന്ന ചുമന്ന തൊപ്പി നൽകുന്നു. രക്തസാക്ഷിത്വത്തിന്റെ വലിയ പ്രതീകമാണത്. സഭയിലെ രാജകുമാരന്മാരാണ്, പക്ഷേ ജീവൻ കൊടുത്തു പോലും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ളവരാണ് നിങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന തൊപ്പി ധരിപ്പിക്കുന്നു. പിന്നീട് അവരെ മോതിരം ധരിപ്പിക്കുകയാണ്. അതിനുശേഷം അവരെ കർദിനാളുമാരായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, പോള എന്ന് നമ്മൾ പറയും, ഉത്തരവ് അവർക്ക് കൈമാറി അവരെ ആശീർവദിച്ച് അവരെ അഭിനന്ദിച്ച് പറഞ്ഞയക്കുന്ന പാപ്പയാണ്. ചെറിയ കാര്യങ്ങൾ പോലും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ചിലരോടൊക്കെ മാപ്പ പറയുന്നുണ്ട് തൊപ്പി നേരെ വെക്ക് എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് വളരെ സ്നേഹത്തോടു കൂടി അവരെ സമാശ്വസിപ്പിച്ച് യാത്രയാക്കുന്ന മാർപ്പാപ്പയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂക്കാട്ട് പിതാവ് ഇതുവരെ കടന്നു വന്നിട്ടില്ല, ഉടൻ തന്നെ കടന്നു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രായം കൂടിയ കാൻഡിഡേറ്റ് 99 വയസ്സുകാരനായ ഇറ്റാലിയൻ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആഞ്ചലോ അച്ചേർബി എന്നായിരുന്നു. അദ്ദേഹമാണ് ആദ്യം വന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ആള് 44 വയസ്സുകാരനായിട്ടുള്ള ഓസ്ട്രേലിയൻ ബിഷപ്പാണ്. അദ്ദേഹത്തിന്റെ പേര് മൈക്കോള ബയോക്ക് എന്നാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിലുള്ള മെൽബണിലുള്ള ഉക്രൈൻ സഭയുടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ 44 വയസ്സുകാരനായ അദ്ദേഹത്തെയും തെരഞ്ഞെടുത്തു. അപ്പോൾ പല പ്രായപരിധിയിലുള്ള 44 വയസ്സ് തൊട്ട് 99 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രായം കുറഞ്ഞ 44 വയസ്സുകാരനായ മൈക്കോള ബയോക്ക് എന്ന ബിഷപ്പാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു പൗരസ്ത്യ സഭയാണ്, ഉക്രൈൻ സഭ, ലത്തീൻ സഭയല്ല. അതുകൊണ്ടാണ് പ്രത്യേക ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേക തരത്തിലുള്ള കറുത്ത തൊപ്പി, അത് ഒരു തലമുണ്ട് പോലെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക തൊപ്പിയാണ് കൊടുത്തത്. മാർപ്പാപ്പ എല്ലാവരെയും ഇപ്രാവശ്യം സ്വർണ്ണ മോതിരമാണ് ധരിപ്പിക്കുന്നത്. മാർപ്പാപ്പയുടെ സ്നേഹത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് സ്വർണ്ണ മോതിരം. ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ 44 വയസ്സേ അദ്ദേഹത്തിന് ഉള്ളൂ. വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന മാർപ്പാപ്പയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 17 പേരിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് പേര് കൂടി മാത്രമേ കടന്നു വരാനുള്ളൂ എന്നതാണ്. ഇത് പാദ്രെ തിമോത്തി, നമ്മൾ നേരത്തെ പറഞ്ഞ പാദ്രെ തിമോത്തിയാണ്. അദ്ദേഹം UK സ്വദേശിയാണ്. അദ്ദേഹം വലിയ അറിയപ്പെടുന്ന ഒരു തിയോളജിയനാണ്. അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്ന പാദ്രെ തിമോത്തി. അദ്ദേഹം ഒത്തിരി റിട്രീറ്റുകൾ, ധ്യാന പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ്. സിനഡിന്റെ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ധ്യാന പ്രസംഗം വളരെ പ്രസിദ്ധമായി. അപ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു വലിയ ഒരു പരിഗണനയാണ് ഇതുവഴി നൽകിയത്. അദ്ദേഹം മെത്രാൻ സ്ഥാനം മെത്രാനായില്ല. അദ്ദേഹം ഒരു വൈദികനായി തുടരുകയാണ്. കർദിനാൾ എന്ന് പറയുന്നത് ഒരു പട്ടമല്ല, അതൊരു സ്ഥാനം മാത്രമാണ്. നമുക്കറിയാം സഭയിൽ വിവിധ പട്ടങ്ങളുണ്ട്. ഡീക്കൻ പട്ടമുണ്ട്, വൈദിക പട്ടമുണ്ട്, മെത്രാൻ പട്ടമുണ്ട്. പക്ഷേ അദ്ദേഹം വൈദികനായി തുടർന്നുകൊണ്ട് ഈ കർദിനാൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പട്ടങ്ങളുടെ വ്യത്യാസം എങ്ങനെയാണ്? അടുത്തത് മോൺസിഞ്ഞോർ ഫാബിയോ. ചുമതലകളുടെ വ്യത്യാസം എന്താണ്, എങ്ങനെയാണത്? അദ്ദേഹം നമ്മുടെ പൂവക്കാട്ടച്ഛനെ പോലെ തന്നെ വത്തിക്കാനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങനെ വത്തിക്കാനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി. മാർപ്പാപ്പയ്ക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ മോൺസിഞ്ഞോർ ഫാബിയോ. അദ്ദേഹം ഒരു വൈദികനായിരുന്നു. പൂവക്കാട്ട് പിതാവിനെ പോലെ വൈദികനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെയും കർദിനാളായിട്ട് ഉയർത്തിയത്. പക്ഷെ അദ്ദേഹം മെത്രാൻ പട്ടം, നമ്മുടെ പൂവക്കാട്ട് പിതാവിനെ പോലെ തന്നെ മെത്രാൻ പട്ടം സ്വീകരിച്ചിട്ട് ഇപ്പോൾ കർദിനാൾ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടുത്ത